അപ്പോൾ ഇന്ന് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അല്പം ക്ഷീണത്തിലായിരുന്നു ഒന്ന് വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ചായക്ക് ഉണ്ടാക്കണ കാര്യം ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ അതിനായിട്ട് ഓട്ടട, എൻ്റെ വീട്ടിൽ ഞാൻ ക്ലാസ്സിലൊക്കെ പോയിട്ട് പഠിക്കാൻ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അമ്മ ഓട്ടട എനിക്ക് ചേച്ചിമാർക്കൊക്കെ ഓട്ടട ഉണ്ടാക്കി വെച്ച് കഴിച്ചിട്ടുള്ളൊരു ശീലമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഒന്ന് ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് വെള്ളം അടുത്ത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഉപ്പും പഞ്ചസാര ഇട്ടു. എന്നിട്ട് ഗോതമ്പ് പൊടി ആട്ടോ ഞാൻ എടുത്തേക്കണേ. ഞാൻ ആ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ച് തിളച്ച പാടെ ഒഴിക്കണം കേട്ടോ, എന്നാലാണ് അതവിടെ ശരിക്കും വേവണം ഒഴിക്കുമ്പോൾ തന്നെ. എന്നിട്ട് മഴ പൊടിയുന്നുണ്ട്, ഞാൻ വേഗം ഇലയൊക്കെ വെട്ടി കൊന്ന് ഇലയിൽ പരത്താണ് കേട്ടോ. നൈസായിട്ട് ഇലയെ പരത്തണം, ഒട്ടും കട്ടി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നൈസായിട്ട് നമ്മൾ പരത്തി എടുത്തിട്ട് വേണം നമുക്കിത് ഇടാനായിട്ട്. അപ്പം ഞാൻ വെള്ളത്തിൽ പതുക്കെ കൈ നനച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ പരത്തണേ, ശരിക്കും നൈസാവാൻ വേണ്ടിയിട്ട്. ഇത് മടക്കി കഴിഞ്ഞിട്ട് നമുക്ക് എനിക്ക് മണ്ണിൻ്റെ നോൺ സ്റ്റിക്ക് പാത്രം പോലത്തെ ഉണ്ട് കേട്ടോ. എനിക്ക് ഓട്ടടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ അതാണ് അതിനകത്താണ് ഉണ്ടാക്കണേ. എനിക്കിതിനകത്ത് പനിയൊക്കെ വരുമ്പോൾ നമുക്ക് പപ്പടമൊക്കെ ചുട്ടിക്കാൻ നല്ല പാത്രം ഇട്ടത് ഞാൻ അതിനായിട്ട് വാങ്ങിയേക്കുന്നതാണ്. അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ഇതിനകത്താണ് പപ്പടമൊക്കെ ചുട്ടെടുക്കണേ. ഇതിനകത്ത് അട വെച്ചിട്ട് തിരിച്ചും മറിച്ചും നമ്മളിങ്ങനെ വേവിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇല അതുമേന്ന് വിട്ടു പോകും കേട്ടോ, ഇല കരിഞ്ഞു തുടങ്ങും, ഇല വിട്ടു പോകും. അപ്പോൾ നമുക്കറിയാൻ വെന്തു എന്നുള്ളത്. അങ്ങനെ ഇന്ന് നല്ല മഴയാണ്, പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ആ മഴയത്ത് കട്ടൻ ചായയും കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഇതിപ്പോൾ. ഞാൻ ഇതുണ്ടാക്കിയപ്പോൾ ഇതിനകത്ത് ഒത്തിരി പേര് പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തിട്ടുണ്ടാവും, കഴിച്ചിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്, നല്ല മഴയത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല, നമ്മളിഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ.